ഹലോ, രാവിലെ ആദിക്ക് സ്കൂളിൽ പോണ ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കിലായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയാണേ. രാവിലെ വെളിച്ചെണ്ണ എടുത്തപ്പോൾ നല്ല കട്ടായിട്ടിരിക്കുക, നല്ല തണുപ്പല്ലേ. പിന്നെ ഇന്ന് പൊടിയൊക്കെ വറുത്ത് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ ആ പൊടിയൊന്നും വറുക്കാതെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് പൊടികളെല്ലാം ഇട്ടൊന്ന് വഴട്ടിയതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും സവാളയും ക്യാരറ്റും കൂടി അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തേ. കൂട്ടത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാനും നടക്കുന്നുണ്ട്. പിന്നെ ഈ കറിയൊന്ന് തിളച്ച് നല്ല കുറുകി വന്നതിന് ശേഷം മല്ലിയിലയിട്ടൊന്ന് ഓഫ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ. ആദ്യമൊക്കെ ഇതൊന്നും നടക്കില്ലായിരുന്നു. LKG-യും UKG ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ രാവിലെ ഫുൾ തിരക്കും കാര്യങ്ങളും, ഒരുമിച്ചിരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലുള്ള, സത്യം പറഞ്ഞാൽ ശ്വാസം വിടാൻ പോലുള്ള സമയം കിട്ടില്ലായിരുന്നേ. ചേട്ടന് ഡ്യൂട്ടിയുള്ള ദിവസമാണെങ്കിൽ അന്ന് ഫുള്ള് ഞാൻ തന്നെ മാനേജ് ചെയ്യണം. അപ്പം ഞാനന്ന് BSc ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഫുള്ളൊരു ശ്വാസം വിടാൻ പോലും സമയം കിട്ടാത്തൊരു സമയമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ചേട്ടന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായത്. ചേട്ടന് ഡ്യൂട്ടിയുള്ള ദിവസമാണ് ചേട്ടനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നേ. പക്ഷേ ഇപ്പോൾ 1ാം ക്ലാസ് ആയപ്പോൾ രാവിലെ കുളിപ്പിച്ച് വിട്ടാൽ മാത്രം മതി. ആൾ തന്നെ സ്വന്തമായിട്ട് റെഡിയായി ഫുഡൊക്കെ കഴിച്ചൊന്ന് റെഡിയായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇപ്പം നല്ല എളുപ്പമുണ്ട്. രാവിലെ അടുക്കള ജോലി മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം ലീവൊക്കെ ആയിരുന്നു. ആളിന് കുറച്ച് വയ്യാതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കണതുകൊണ്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് മരുന്നൊക്കെ കൊടുത്ത് വിടുകയാണ് കേട്ടോ. പിന്നെ എന്നുള്ള ശീലമാണ് അപ്പുറത്ത് സ്കൂളിൽ പോയി ഇറങ്ങുമ്പോൾ അപ്പുറത്ത് അമ്മൂമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങുകയാണ്. അങ്ങനെ അവർ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.